my angels. എന്റെ പേര് ഐശ്വര്യ. നിന്റെ പേര് നിന്റെ പേരാ? നിന്റെ പേര് തനിഷ്ക അല്ലേ? ഓക്കെ, വെൽക്കം ടു our ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സഡൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു സബ്സ്ക്രൈബർ പുള്ളിക്കാരത്ത് ദുബായിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന ഒരു എന്താ പറയാ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ പേരൊന്നും പറയുന്നില്ല, ബിക്കോസ് എന്റെ പേരൊന്നും പറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് എനിക്ക് ഇതിനകത്തുള്ള സാധനങ്ങൾ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ബിക്കോസ് ലൈക്ക് നമ്മുടെ ഒരു വെർച്വൽ ഫാമിലിയിൽ നിന്ന് ആൾക്കാര് ഗിഫ്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തരിക, അത് ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിഫറെന്റ് ഫീലിംഗ് കേട്ടോ. അപ്പൊ എന്റെ ഫ്രണ്ട്, എനിക്ക് അങ്ങനെ മുന്നേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ടൈം അല്ല. എന്റെ ഫ്രണ്ട് ഉണ്ട് പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് കാനഡയില്. പുള്ളിക്കാർക്ക് എനിക്ക് ഗിഫ്റ്റ് അയക്കാറുണ്ട്, വരുമ്പോഴത്തേക്കും കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്റെ വേറൊരു ഫ്രണ്ട് എനിക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാ ഉള്ളത്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. പരീഷ്ക ഇതിതെല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് എന്റെ കയ്യിൽ കൊണ്ട് തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഞാനിവിടെയാണ്, ഞാൻ എപ്പോഴാണ് നാട്ടിൽ പോകണമെന്ന് അറിയില്ലാത്തത് കൊണ്ട് കൊറിയർ ചെയ്ത് തന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇപ്പൊ ഞാൻ സ്റ്റുഡിയോ, ഞാൻ ഇപ്പൊ മേക്കപ്പ് ലൈക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ടാണ് എന്റെ ഫേസ് ഇരിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഞാൻ തിരിച്ചു പറഞ്ഞ വഴി നമ്മളുടെ സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്തതാണ് ഈ ഒരു വലിയൊരു ഗിഫ്റ്റ് ബോക്സ്. ഐ യു എക്സൈറ്റഡ് ടു ഓപ്പൺ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താ പറയുക വെച്ചാൽ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരു വെർച്വൽ ഫാമിലി ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്താ വേണ്ടതൊക്കെ എനിക്ക് ചോദിച്ചു, പുള്ളിക്കാർക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഇല്ല, എനിക്കൊന്നും തരണം. എനിക്ക് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയാൻ പാടില്ല പുറത്ത് എന്തൊക്കെ കിട്ടുന്നത്. അപ്പൊ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല ഈശ്വരൻ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഒരു പണിയാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരാന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ്. എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ ലിറ്ററലി ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ഐ യു എക്സൈറ്റഡ്? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇത് അയച്ച ആൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടാവും, ഫാമിലി എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടാവും. എനിക്ക് ഐ ഡോണ്ട് ഹാവ് ഇനഫ് വേർഡ്സ് ടു താങ്ക് യു ഗൈസ്. എനിക്ക് ലൈക്ക് എന്നെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആൾക്കാരാണ് ഇങ്ങനെ ഗിഫ്റ്റ് അയക്കുന്നത്. ഇത്ര വലുത് എനിക്കറിയാൻ പാടില്ല അല്ലേ മാ? അമ്മ ഇവിടെ അടുത്തിട്ട് അതൊരു പ്രത്യേക സ്നേഹം. നമ്മൾ നേരിട്ട് പോലും കണ്ടപ്പോ ഫ്രണ്ട്സിനും നമ്മൾ കസിൻസിനും അങ്ങനെ ഫാമിലിക്കും ഒക്കെ നമ്മൾ ഗിഫ്റ്റ് കൊണ്ടാ കൊടുക്കും. ബട്ട് നമ്മളെ വീഡിയോസിൽ കൂടെ മാത്രം കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ഗിഫ്റ്റ് അയക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആണ് കേട്ടോ. സോ ഐ ആം ഗോയിങ് ടു കുട്ടികൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് എന്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഒരു ടോയ് ബോക്സ് ആണ് കണ്ടത്. എനിക്കൊരു ഡെഫിനറ്റ്ലി ഇത് ഉണ്ണിക്കുട്ടിക്കായിരിക്കും. ദിസ് ഇസ് ഫോർ ഉണ്ണിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടി എനിക്കൊരു അടിപൊളി ഗിഫ്റ്റ് കൊണ്ടതുണ്ട്. ഓടിവാ, ഇത് സ്റ്റാർട്ടസ് വെച്ചാണ് ഗ്ലോ ഇൻ ദ ഡാർക്ക് ട്രാക്ക് ആൻഡ് ലൈറ്റ് അപ്പ് കാർ. ട്രാക്ക് ആൻഡ് ലൈറ്റ് അപ്പ് കാർ ആണ്, ഗ്ലോ ഇൻ ദ ഡാർക്കിന്റെ സാധനമാണ് കേട്ടോ. സോ ദൈവമേ താങ്ക് യു സോ മച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഗിഫ്റ്റ് പിള്ളേർക്കും എനിക്കും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ എടാ ദിസ് ഇസ് ഫോർ യു. ഈ ബാക്ക് സൈഡ് താങ്ക് യു ആന്റി പറയും ഇവിടെ വന്നിട്ട്. ബാക്ക് സൗണ്ട് പനിയായിട്ടിരിക്കാൻ കേട്ടോ ഉണ്ണിക്കുട്ടിക്ക്. അതുകൊണ്ട് താങ്ക് യു. നീ ഓപ്പൺ ചെയ്ത് നോക്ക്. അവളുടെ സാധനങ്ങൾ വയ്യ പൊക്കനുണ്ട്. താങ്ക് യു. നല്ല വയ്ക്കുണ്ട് കാണാന്. ഇനി ഒരു വേറൊരു ബോക്സ് ഉണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. മാഗ്നറ്റിക് ഷീറ്റ്. താങ്ക് യു. ഓക്കെ, ഇത് മാഗ്നറ്റിക് മാനുവൽ പസിൽസ് ടു സ്റ്റിമുലേറ്റ് തിങ്കിങ് ക്രിയേഷൻ ആണ്. അപ്പൊ എനിക്ക് കൊണ്ടത് ഭാവിക്കേക്ക് വന്നത് 3+ years. അടിപൊളി ഒരു പസിൽ ഗെയിമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പല പല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ദിസ് ഇസ് ഫോർ തനുവാവ. താങ്ക് യു. പ്രേരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിന് ട്വിൻ ബേബീസ് ഉണ്ട്. അതായത് 3 മക്കളുണ്ട്, ഒരു എൽഡർ വൺ, അത് ഉണ്ണിക്കുട്ടിന്റെ പ്രായമാണ്. ട്വിൻ ബേബീസ് ഇവന്റെ പ്രായമാണ്. അപ്പൊ സ്പെഷ്യൽ അവന്റെ ട്വിൻ ബേബീസിന് ഇത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്റെ ഈ ഫ്രണ്ടിന് ഇത് അയച്ച ആളുടെ ട്വിൻ ബേബീസിന് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ എനിക്ക് ഭാവിക്ക് അയച്ചേക്കുണ്ടോ. പിടിച്ചോളൂ. താങ്ക് യു. ഉമ്മ കൊടുക്കൂ. താങ്ക് യു ആന്റി പറയൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നല്ലൊരു ഭംഗിയുള്ള ഒരു സിൽവർ ബാഗ് ആണ്. ഇനി നെക്സ്റ്റ് ഇതിനകത്തുള്ളത് ഒരു സിൽവർ ബാഗ് ആണ് കേട്ടോ. ദിസ് ഇസ് ഓൾസോ ഫോർ തനുക്കുട്ടി. അപ്പൊ തനുക്കുട്ടിക്ക് വേണ്ടി തൂക്കി നടക്കാൻ ഒരു സിൽവർ ബാഗ്. ദിസ് ഇസ് ഫോർ യു. നോക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു സിൽവർ ബാഗ് കേട്ടോ. ഓ മൈ ഗാഡ്, നോക്കട്ടെ. ഇതിന്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് മറ്റു ട്രഷർ ഹണ്ട് മാതിരി എനിക്ക് തോന്നുന്നത്. പക്ഷെ അകത്തുള്ള സാധനം എനിക്കായിരിക്കണം, ബിക്കോസ് ജ്വല്ലറി ആണ്. യെസ്, ദിസ് ഇസ് ഫോർ മീ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഓരോ സാധനങ്ങൾ എന്താ, എവിടെ നിന്നാണ്, ഓരോ സാധനങ്ങൾ എന്താണ് അർത്ഥം, ഓരോ സാധനങ്ങള് അമ്മ ഒന്ന് തുറന്നു കൊടുക്കും അവന്.
ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എക്സ്മസ് സീരീസ് യൂസ് ചെയ്യാൻ ഇഫ് യു ലൈക്ക് എനിക്ക് കുറച്ച് ഫെയ്ഡ് ആയി പോയിട്ട്. അപ്പൊ എന്തായാലും ഒരു നല്ല ഭംഗിയുള്ള മൾട്ടിക്രോ വരുന്നൊരു സ്റ്റാറിന്റെ ഒരു ഇയറിംഗ്സ് ആണ്. ഇത് നമ്മുടെ ക്രിസ്മസ് എക്സ്മസ് സീരീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് റിയലി സ്വീറ്റ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഐ കാൺട്ട് വെയിറ്റ് ടു വെയർ. ഈവിളൈന്റെ മാല അമ്മ. നിങ്ങൾ മിണ്ടാതിരിക്കട്ടാ. ഈ പിള്ളേരുടെ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആലമ്പായി. ഓക്കെ, ഇത് ടർക്കിഷ് ഈവിളായി. ഓക്കെ, അതെ, കണ്ടപ്പോൾ എടുത്തത് ആസ് യു ലൈക്ക് ഇറ്റ് ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പിക്. കുഡിന്റ് ഫൈൻഡ് എനി അതർ. അപ്പൊ ഇതൊരു ഈവിളൈന്റെ കുഞ്ഞി പെൻഡന്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള എനിക്ക് എനിത്തിങ് വിത്ത് evil eye and that. And this is so pretty. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊണ്ടുവന്ന് This is so pretty. This is so pretty. ഇത് ഡബിൾ ലെയർ വരുന്ന മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതുപോലത്തെ ഇതാണ് ഈ സെയിം ഡിറ്റോ പെൻഡന്റാണ് ഞാൻ കാലങ്ങളായിട്ട് തപ്പി ഇടുന്നോണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് റെഫറൻസ് കൊടുക്കാം. ഇതാണ് സാധനം. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്കൊന്നുമില്ല, എനിക്ക് പറയുന്നത് ഭയങ്കര പേഴ്സണലൈസ്ഡ് സാധനങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തത് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. നമ്മ കണ്ടു തൂക്കി കാണിച്ചു കൊടുക്കും. ആന്റിക്ക് ഓടി കയറും. നമ്മള് ബാഗൊക്കെ തൂക്കി വന്നിട്ടുണ്ട് ഇവിടെ. കെയർഫുൾ കയറിട്ട് തൂക്കൂ. തൂക്കൂ. ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ ഇടൂ, സൈഡിലിടൂ. നൈസ് നോ? ഇനി നെക്സ്റ്റ് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബേജ് കളർ ഇയറിംഗ്സ് ആണ്. നല്ല രസം കാണാൻ. ബീച്ച് വെക്കേഷൻ പോകാനുള്ളത് മൈൻഡറാണോ ഇത്? അപ്പൊ ഇതിന്റെ ഇത് ടർക്കിഷ് ഷൈറിംഗ് കണ്ടപ്പോൾ എടുത്തതാണ്. ദിസ് ഇസ് ഫ്രം എ സ്റ്റോർ ഓൺ ബൈ 2 moms. ഹാർട്ട് ഇയറിംഗ് ചുമ്മാ അങ്ങ് എടുത്തു. താങ്ക് യു. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് വീണ്ടും ഒരു ഈവിളൈ കൈൻഡ് ഓഫ് ഒരു റിംഗ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്കിത് കാണുമ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് അറിയാൻ പാടില്ല. വോട്ട് ടു സേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒച്ച വർക്കിയ സംസാരത്തിന്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവിളൈന്റെ ഈ റിംഗ് ആണ് കേട്ടോ, ഫിംഗർ റിംഗ്. ഇനി ഇതാണ് ഇപ്പൊ അവളുടെ ബാഗിന്റെ അകത്ത് ഉണ്ടായിരുന്ന സാധനം. സോ ഇനി ഞാൻ നെക്സ്റ്റ് ട്രഷർ ഹണ്ടിലേക്ക് കിടക്കാണ്. ഇത് ഡ്രസ്സാണെന്നാണ് എന്റെ ഓർമ്മ. ബിക്കോസ് എനിക്ക് ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതിനുള്ളിലൊരു ഫോറെവർ 21 പെർഫ്യൂം ഉണ്ട് കേട്ടോ. എക്സൈറ്റഡ്. തുറക്കട്ടെ, തുറന്ന് ഞാൻ മണക്കട്ടെ. ഇത് നമുക്ക് ഒരു ക്ലൂ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്താ എന്ന് അറിയാൻ വേണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആവില്ലേ? സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. കുഞ്ഞു പിള്ളേർക്ക് ഗിഫ്റ്റ് കിട്ടിട്ട് തുള്ളിച്ചേർന്ന അവസ്ഥയാണ് എന്റെ. ഇത് ഫോറെവർ 21 പാഷൻ ആണ്. ഓ, ദിസ് ഇസ് സോ ഗുഡ്. സൂപ്പർ. I love it. ഞാൻ ഇതിന്റെ മെയിൻ എടുത്ത കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് ഒരുമാതിരിപ്പെട്ട പെർഫ്യൂമിന്റെ സ്മെല്ലൊന്നും എനിക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഹെഡ് ഏക്ക് വരും, എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും. ബട്ട് ദിസ് ഇസ് ടു ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇനി ഡ്രസ്സ് എന്താന്ന് ഞാൻ തുറന്നു നോക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഏത് ഓപ്പൺ ചെയ്യണം? ബ്ലാക്ക് നോക്കാം. ബ്ലാക്ക് ആണ് എന്റെ എനിക്ക് പ്രാന്ത് ബ്ലാക്കിനോട്. ഓക്കെ. ഓ, ദിസ് ഇസ് ഗുഡ്. ഓ ഗോഡ്. ഇത് ആസ് യു ലൈക്ക് ബോഡിക്കോൺ ഡ്രസ്. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ കട്ട ഫാനാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ ഒരു അടിപൊളി ബോഡിക്കോൺ ഡ്രസ് ആണ് ഇട്ടേക്ക്. നല്ല ഭംഗിയായിട്ടല്ലേ? അയ്യോ, ഇത് വൺ സൈഡ് ഇങ്ങനെ നെറ്റ് മാതിരിയാണ് കേട്ടോ. അത് ഇത് എങ്ങനെയാണ് ഇത് ഇട്ടിട്ട് ഞാൻ എന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അതിന്റെ കൂടെ എന്തെല്ലാം ഇവിടെ ആഡ് ചെയ്യാം. ഇതിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. ദിസ് ഇസ് ടു ഗുഡ്. ഇത് ഞാൻ സൈസ് എനിക്ക് ഇട്ട് നോക്കണം, എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പറയുകയും ചെയ്തു. ഇപ്പൊ വീഡിയോസിൽ കാണുമ്പോഴത്തേക്കും നിന്നെ ഭയങ്കരമായിട്ട് സൈസ് ഒതുങ്ങി ക്ഷീണിച്ചിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഡ്രസ്സ് ലൂസ് ആവാം. നോ ഐഡിയ. അപ്പൊ എന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ട് പറയാം. ആൻഡ് ഇത് വേറെ എഴുതിയിട്ടുണ്ടല്ലോ, somehow I felt you will like this model and color. ഓക്കെ, നോക്കട്ടെ. ഇത് മറ്റേ 1 shoulder ഡ്രസ് ആണ് കേട്ടോ. ഒരു ഷോൾഡർ മാത്രമേ ഉള്ളൂ. എനിക്ക് 1 shoulder ഡ്രസ് ഇഷ്ടമാണ്. എൻ്റെ ഒരു ഡ്രസ് ഉണ്ട്. ഇതും ഒരു മറ്റേ ബോഡി കോൺ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. ഒരു സൈഡ് സ്ലീവും ഒരു സൈഡ് സ്ലീവും ഇല്ല. താങ്ക് യു. ഇനിയുണ്ട്. ഇനിയൊരു കവർ ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യട്ടെ.
ഈ കവറിന്റെ അകത്ത് ഒരു കവറുണ്ട്. ഈ ഹാൻഡ് റിട്ടൺ നോട്ടിന്റെ അകത്ത് ഈ ഹാൻഡ് റിട്ടൺ നോട്ട് വായിച്ചിട്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ കാണുന്നത്. സാരി ജാക്കറ്റ് കൂടെ സ്റ്റൈൽ ചെയ്യാൻ. ഓക്കെ, ഐ എം ബിറ്റ് സ്കെപ്റ്റിക്കൽ. ഇഫ് യു ലൈക്ക് ഇറ്റ് ലുക്ക് ഇറ്റ് വിത്തൗട്ട് എ ഡൗട്ട്. ബട്ട് നൗ ഒരു ഡൗട്ട്. നോക്കട്ടെ, ഇത് ഇങ്ങനത്തെ സാധനം അല്ലേ? അതെ, ഇത് ഇങ്ങനത്തെ സാധനമാണ്. ഈ നമ്മുടെ ഇങ്ങനത്തെ ഓഫ് ഷോൾഡർ കൈൻഡ് ഓഫ് ഡ്രസ് ഇല്ലേ, ലൈക് ടോപ്പ് ഉണ്ടല്ലോ, അതിന്റെ കൂടെയാണ് സാരി ജാക്കറ്റിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ. ഞാൻ എന്തായാലും സ്റ്റൈൽ ചെയ്ത് നോക്കിട്ട് പറയാം. സൈസ് വൈസ് എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നണം കേട്ടോ. എനിക്കറിയാം, പല എന്തായാലും ഇട്ട് നോക്കിട്ട് അപ്ഡേറ്റ് ചെയ്യും. എനിക്ക് ഇതിന്റെ പ്രിന്റും എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ടു ഗുഡ്. സ്ട്രെച്ച് ആണ്, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. വിത്ത് സിപ്പർ എനിക്ക് പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓ മൈ ഗോഡ്. ഇനി എന്താ ഉള്ളേ? ഇനിയുണ്ട്. ഇനി ചോക്ലേറ്റ്സ് ആണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത് അൺബോക്സിങ് ഇപ്പൊ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. ബിക്കോസ് ചോക്ലേറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് അൺബോക്സ് ചെയ്യണം, വീഡിയോ എടുക്കും. പിന്നെ ഐ മീൻ ഈ വാട്ട്സ് ഇൻ ദിസ് ബോക്സ് ആണ് വീഡിയോ എടുക്കാൻ കിട്ടത്തില്ല എനിക്കറിയാം. സോ ഇനി കൂടുതലും ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മളുടെ പല കിറ്റ്കാറ്റിന്റെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ അവര് കണ്ടിട്ടില്ല, അവരുടെ ടോയ്സിന്റെ ഇടയിലിരിക്കുക. ബൗണ്ടി സോറി കിൻഡർ ജോയിന്റെ ഈ ചോക്ലേറ്റ്. ഓ മൈ ഗോഡ്, താങ്ക് യു. പിന്നെ ഈ സാധനം താങ്ക് യു സോ മച്ച്. ബൈ ദാറ്റ്. യെസ്, ഞാൻ ഹാൻഡ് റിട്ടൺ നോട്ട് വരണം നോക്കിയതാണ്. അപ്പൊ അതോടെ നമ്മളുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് നമുക്ക് അയച്ച ഗിഫ്റ്റ് ബോക്സ് തീർന്നിരിക്കുകയാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഫോളോവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഉള്ളത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇതിന്റെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഐ മീൻ പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ എനിക്ക് പറയാൻ തന്നെ തോന്നണം. ബട്ട് നീ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഫാമിലി എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടാവും. വി റിയലി ലവ്ഡ് ഈച്ച് ആൻഡ് എവറി പീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാത്തിനും. ഹാൻഡ് റിട്ടൺ നോട്ട്സ്, താങ്ക് യു സോ മച്ച്. യു ഹാവ് പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ക്രിയേറ്റ് ദിസ് ബോക്സ്. എനിക്കൊന്നും പറയാനില്ല. ഐ എം സ്പീച്ച്ലെസ്. താങ്ക് യു സോ മച്ച്. ഫ്രം എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഭയങ്കര താങ്ക്സ്. എനിക്കൊന്നും ഇല്ല പറയാം. സോ ഹാപ്പി. എനിക്കറിയാൻ പാടില്ല ഞാൻ ഈ സ്നേഹം എങ്ങനെയാണ് തിരിച്ചു കാണിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഐ എം വെരി ക്ലൂലെസ്. ഐ എം കൺഫ്യൂസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതൊരു ഞാൻ വല്ല ട്രഷർ ഹണ്ട് മാതിരി ഉണ്ടായിരുന്നു ഓരോന്ന് ഓപ്പൺ ചെയ്യണത്. സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇങ്ങനെ പിക്ക് ചെയ്ത് ഇത്രയും അമേസിംഗ് ആയിട്ട് ക്യൂറേറ്റഡ് ആയിട്ടുള്ള ബോക്സ് സെൻഡ് ചെയ്ത് തന്നെ താങ്ക് യു സോ മച്ച്. ആൻഡ് അങ്കിൾ ആണ് ഇത് കൊറിയർ ചെയ്തത്. അപ്പൊ അങ്കിളിന് സ്പെഷ്യൽ താങ്ക്സ്. ഐ ലവ് യു സോ മച്ച്. കുട്ടികൾക്കും അവർ പിള്ളേരുടെ ടോയ്സ് വെച്ചിട്ട് കളിക്കാനുള്ള, അപ്പൊ കുട്ടികൾക്കും ഗിഫ്റ്റിനും ടോയ്സിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. എന്താ പറയാനില്ല. സോ താങ്ക്ഫുൾ. ഐ എം സോ ഹാപ്പി. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ എന്താ ഇതിനകത്ത് ഉള്ളത് എന്നറിയില്ല. അതൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കണതിന്റെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ ഇറ്റ്സ് ലൈക്ക് താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളും ഇങ്ങനെ സ്പെഷ്യൽ ഗിഫ്റ്റ് അയക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് എന്താ പറയാ, ഒന്നും എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പൊ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.